Hi dears, are you happy? Today we are going to discussing about our second unit, first chapter summary. Our chapter name, The Boy Who Harnessed the Wind. Okay, my dears, The Boy Who Harnessed the Wind, written by William Kamkoba and Brian Miller. Okay. The Boy Who Harnessed the Wind is a true story based on the life of William Kamkoba, a young boy from Malawi, Africa. The chapter talks about how William, despite facing poverty and hunger, uses his intelligence, creativity, and determination to solve a big problem in his village. Okay, what is here, മൈ ഡിയേഴ്സ്? ഇവിടെ എന്താ പറയുന്നത്? ദ ബോയ് ഹൂ ഹാർനസ്ഡ് ദ വിൻഡ് എന്നത് വില്യം കങ്കോബ എന്ന ആഫ്രിക്കയിലെ മലാവിയിലെ ഒരു ബാലൻ്റെ യഥാർത്ഥ ജീവിതത്തിൽ അധിഷ്ഠിതമായ ഒരു സ്റ്റോറിയാണ് അല്ലേ. അവർ വളരെ ദാരിദ്ര്യത്തിൽ ജീവിച്ചിരുന്ന ഒരു ഗ്രാമത്തിൽ നിന്നുള്ളവരാണ്. ഓക്കെ. ഹിസ് വില്ലേജ് വാസ് സഫറിങ് ഫ്രം എ drought and famine, and there was no electricity or water. William had to stop going to school because his family could not afford it. But he loved learning, so he started reading books from a local library. ഓക്കെ, എന്താണ് മക്കളെ ഇവിടെ പറയുന്നത്? അവിടെ കൃഷിക്ക് അനുയോജ്യമായ അല്ലേ, മഴയില്ലാതെ ക്ഷാമം അനുഭവിക്കുന്ന ഒരു കുടുംബം അല്ലേ. ആ കുടുംബത്തിൽ നിന്നാണ് അവൻ വന്നിട്ടുള്ളത് അല്ലേ. പണമില്ലാത്തതിനാൽ വിദ്യാഭ്യാസമൊക്കെ ഉപേക്ഷിക്കേണ്ടി വന്നു വില്യമിന്. എന്നാൽ അവന് വിദ്യ അഭ്യസിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഉള്ള ഒരു ബാലനായതുകൊണ്ടല്ലേ ഗ്രന്ഥശാലയിൽ നിന്നുള്ള പുസ്തകങ്ങളൊക്കെ വായിച്ച് പഠനം കണ്ടിന്യൂ ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ. One day he read about windmills and decided to build one using scrap materials. People in the village laughed at him, but he continued his work. Finally, he built a wandering windmill that could generate electricity and pump water from his village. Okay, what is here? ഒരു ദിവസം കാറ്റിലൂടെ അല്ലേ വൈദ്യുതിയൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്ന് അവൻ ആ പുസ്തകത്തിൽ നിന്ന് പഠിച്ചുല്ലേ. പാഴ്സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് ഒരു തെർമോ യന്ത്രം, അതായത് ഒരു വിൻഡ് മില്ല് നിർമ്മിക്കാൻ അവന് ഡിസൈഡ് തീരുമാനിക്കുകയാണ് അല്ലേ. പക്ഷെ ഗ്രാമവാസികളിലെ ഗ്രാമത്തിലുള്ള ആളുകൾ അവനെ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്, പരിഹസിക്കുക അല്ലേ. എങ്കിലും അവൻ ആ ഒരു ഉറച്ച മനസ്സോടെ അവൻ പരിശ്രമിച്ചിട്ട് അവൻ എന്താണ് അല്ലേ, അവനൊടുവിൽ സക്സസ് ആവുകയാണ്, വിജയിക്കുകയാണ് അല്ലേ. വിൻഡമിൻ സ്ഥാപിച്ചതിലൂടെ എന്താണ് പിന്നെ ആ ഗ്രാമവാസികൾക്കല്ലേ, ആ ഗ്രാമത്തിൽ ഇലക്ട്രിസിറ്റി, അതായത് വൈദ്യുതിയും വാട്ടറും വെള്ളവും ഒക്കെ പിന്നെ ഉണ്ടാവുകയാണ്. ഓക്കെ മൈ ഡിയേഴ്സ്, ദ സ്റ്റോറി ഇൻസ്പയേഴ്സ് റീഡ് ടു never give up even in the face of challenges and use knowledge for the good of others. ഓക്കെ, ഈ കഥ എന്താണ് നമ്മൾ വായിക്കുന്നവരിൽ എന്താണ് ദുരിതങ്ങൾ നേരിടുമ്പോഴും കൈവിടാതിരിക്കുക അല്ലേ. നമുക്ക് എന്ത് വിഷമങ്ങൾ വന്നാലും നമ്മൾ അതിനെ മുറുകെ പിടിക്കുക അല്ലേ. സ്വന്തമായ ഒരു അറിവ്, നമുക്കൊരു അറിവ് ഉണ്ടായാലല്ലേ അത് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം, ഉപയോഗിക്കാമെന്ന ആ ഒരു ഇൻസ്പയർ അല്ലേ, ആ ഒരു പ്രചോദനമാണ് ഈ ഒരു സ്റ്റോറി നമുക്ക് നൽകുന്നത്. ഓക്കെ മൈ ഡിയേഴ്സ്, താങ്ക് യു.